ഹായ് മക്കളെ, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ക്രിസ്മസ് എക്സാമിന് നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും പഠിച്ചോളണം. ഇതറിയാതെ നാളെ നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരിക്കലും പോവാൻ പാടില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ്. എടാ മോനെ, ബോഡി നോക്കടാ. ഒന്നാമൻ കാറ്റിയോണിക് കോംപ്ലക്സ് ആണ്, രണ്ടാമൻ ആനിയോണിക് കോംപ്ലക്സ് ആണ്. അപ്പോൾ കാറ്റിയോണിക് കോംപ്ലക്സിനും ആനിയോണിക് കോംപ്ലക്സിനും പേരിടുന്നതിന് കുറച്ച് ഡിഫറൻസുകളൊക്കെ ഉണ്ടല്ലോ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമനെ നോക്കിയേടാ, കൊബാൾട്ട് NH3 5 ടൈംസ് Br പുറത്ത് Br2. ഏതൊരാളുടെയും IUPAC നെയിം കാണാൻ ആദ്യം വേണ്ടത് അയാളുടെ ഓക്സിഡേഷൻ നമ്പറാണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കാണാനുള്ള വഴി നിങ്ങൾക്കറിയാം. അമോണിയയുടെ ചാർജ് 0, ബ്രോമിൻ -1, 2 ബ്രോമിൻ -2. ഈ ചാർജുകൾ തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ സൈൻ മാറ്റി എഴുതിയാൽ മതി. ചാർജുകൾ തമ്മിൽ കൂട്ടിയാൽ -3, അതിൻ്റെ സൈൻ മാറ്റിയാൽ +3 എന്ന് വരും. ആ +3 ആണ് ഇവിടെ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി അതിൻ്റെ പേര് പറയുകയാണേ, കാറ്റിയോണിക് കോംപ്ലക്സിൽ എങ്ങനെയാണ് പേര് പറയുക? ആദ്യം ലിഗാൻഡിൻ്റെ പേര് പറയണം. ഇവിടെ അമീൻ എന്ന് പറയുന്ന ലിഗാൻഡുമുണ്ട്, ബ്രോമോ എന്ന് പറയുന്ന ലിഗാൻഡുമുണ്ട്. ആദ്യം പറയേണ്ടത് അമീനാണ്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ 5 അമീൻ ഉള്ളത് കൊണ്ട് പെൻറ്റാ അമീൻ എന്നാണ് ആദ്യം പറയുക. പിന്നെ ഒരു ബ്രോമിൻ ഉണ്ട്, അതുകൊണ്ട് ബ്രോമോ അല്ലെങ്കിൽ ബ്രോമൈഡോ എന്നാണ് ആ ലിഗാൻഡിൻ്റെ പേര്. ലിഗാൻഡുകളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ പേര് പറയണം. അതിവിടെ കൊബാൾട്ട് ആണ്. കൊബാൾട്ട് എന്നെഴുതി. ഓക്സിഡേഷൻ നമ്പർ ഇൻ റോമൻ ന്യൂമറൽ, ഓക്സിഡേഷൻ നമ്പർ 3 അല്ലേടാ, അപ്പോൾ 3 എന്നെഴുതി. ആൻഡ് ഫൈനലി നോൺ കോംപ്ലക്സ് പാർട്ടിൻ്റെ പേര് പറയണം. ഇവിടെ നോൺ കോംപ്ലക്സ് പാർട്ട് ബ്രോമിൻ ആണ്. ബ്രോമിൻ വന്നാൽ നമ്മൾ ബ്രോമൈഡ് എന്നാണ് പറയുക. എന്താണ് പേര്? ബ്രോമൈഡ്. നിങ്ങൾക്കറിയാം, നോൺ കോംപ്ലക്സ് പാർട്ടിൻ്റെ എണ്ണം പറയാൻ പാടില്ല. ബ്രോമിൻ 2 ആണെങ്കിലും 3 ആണെങ്കിലും ഒക്കെ ബ്രോമൈഡ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ കോമ്പൗണ്ട് ഒന്ന് നോക്കിയേടാ, K3 ഇതാ ബോർഡിലുണ്ട്. K3 CrC2O4 3 ടൈംസ്. കുഞ്ഞുങ്ങളൊന്ന് നോക്കിയേടാ, ഇതൊരു ആനിയോണിക് കോംപ്ലക്സ് ആണ്. ആനിയോണിക് കോംപ്ലക്സിലുള്ള ഡിഫറൻസ് എന്താ? ആദ്യം നിങ്ങൾ എന്തായാലും ഓക്സിഡേഷൻ നമ്പർ കാണണം. പൊട്ടാസ്യം 3 എണ്ണം ഉള്ളത് കൊണ്ട് +3 എന്ന് വരും. C2O4 എന്നതാണ് ഇവിടുത്തെ ലിഗാൻഡ്. ലിഗാൻഡ് ഓക്സലേറ്റോ എന്നാണ് അവൻ്റെ പേര്. ഒരു C2O4ൻ്റെ ചാർജ് -2 ആണ്. 3 C2O4 ഉള്ളത് കൊണ്ട് -6 എന്ന് വരും. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ അതേ താളം, ചാർജുകൾ തമ്മിൽ കൂട്ടുക, സൈൻ മാറ്റുക. ചാർജുകൾ തമ്മിൽ കൂട്ടിയാൽ -3 എന്ന് വരും, സൈൻ മാറ്റിയാൽ +3 എന്ന് വരും. ഓക്സിഡേഷൻ നമ്പർ കിട്ടി. ഇനി നിങ്ങൾക്ക് അതിൻ്റെ പേരെഴുതാൻ പറ്റും. നോൺ കോംപ്ലക്സ് പാർട്ടിനെ ആദ്യം പറയണം. ഈ തലക്കെന്ന് ഇങ്ങോട്ട് തുടങ്ങിയാൽ മതി. പൊട്ടാസ്യം, ഞാൻ പറഞ്ഞു നോൺ കോംപ്ലക്സ് പാർട്ടിൻ്റെ എണ്ണം പറയാൻ പാടില്ല. ഇപ്പോൾ പൊട്ടാസ്യം 2 ആണെങ്കിലും 3 ആണെങ്കിലും 4 ആണെങ്കിലും പൊട്ടാസ്യം എന്ന് തന്നെയാണ് പറയുക. ഇനി കോംപ്ലക്സിൻ്റെ പേര് പറയണം. കോംപ്ലക്സിൻ്റെ പേര് പറയുമ്പോൾ ആദ്യം ലിഗാൻഡ് അല്ലേ പറയുക? ഓക്സലേറ്റോ, 3 എണ്ണം ഉള്ളത് കൊണ്ട് ട്രൈ ഓക്സലേറ്റോ. ട്രൈ ഓക്സലേറ്റോ. നോൺ കോംപ്ലക്സ് പാർട്ട്, കോംപ്ലക്സ് പാർട്ട് കഴിഞ്ഞു. ഇനി സെൻട്രൽ മെറ്റൽ ആറ്റം, ക്രോമിയം. പറയുമ്പോൾ ശ്രദ്ധിക്കണേ, ആനിയോണിക് കോമ്പൗണ്ട് ആകുമ്പോൾ ക്രോമേറ്റ് എന്നാണ് പറയേണ്ടത്. അറിയാലോ, ആനിയോണിക് കോംപ്ലക്സുകളിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ കൂടെ ഒരു 8 ചേർത്ത് പറയണം. ഫൈനലി ഓക്സിഡേഷൻ നമ്പർ ഇൻ റോമൻ ന്യൂമറൽ 3 എന്ന് വരും. ക്ലിയർ അല്ലേടാ? ഈ 2 കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം വ്യക്തമായി പറഞ്ഞു, പഠിച്ചു വെച്ചേക്കുക. ഡിസ്കസ് ദി ജോമെട്രി ഓഫ് കൊബാൾട്ട് NH3 6 ടൈംസ് 3+ ഓൺ ദി ബേസിസ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി. എടാ, ലിഗാൻഡിൻ്റെ എണ്ണം 6 ആണെങ്കിൽ ജോമെട്രി ഇത്ര ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല, ഒക്ടാഹീഡ്രലാണ്. അറിയാലോ, കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ ഒക്ടാഹീഡ്രലാണ്. കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ ടെട്രാഹീഡ്രലും ആകാം, സ്ക്വയർ പ്ലാനാറും ആവാം. എന്നാലും ഇവർ ഓൺ ദി ബേസിസ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കൊബാൾട്ട് NH3 6 ടൈംസ് 3+. മോനെ, അമോണിയയുടെ ചാർജ് 0 ആയതുകൊണ്ട് ഈ കാണുന്ന 3+ ചാർജ് കൊബാൾട്ടിൻ്റേതായിരിക്കണമല്ലോ. അപ്പോൾ കൊബാൾട്ട് 3+ എന്ന് വരും. എടാ, കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ 27 ആണ്. അറ്റോമിക് നമ്പർ 27 ഉള്ള കൊബാൾട്ടിൽ 3+ ചാർജ് വന്നാൽ 3Dയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാകും എന്ന് കാണാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഇയാൾ മാത്രമല്ല, ഏതൊരു കോമ്പൗണ്ടാണെങ്കിലും ഒരു എളുപ്പവഴിയുണ്ട്. അതെന്താ അറിയടാ? ഈ 2ഉം 7ഉം തമ്മിൽ കൂട്ടുക. 2ഉം 7ഉം കൂട്ടിയാൽ എത്രയാ? 9. ആ 9ൽ നിന്ന് ഈ 3 മൈനസ് ചെയ്യുക, ബാക്കി എത്ര? 6 എന്ന് വരും. അപ്പോൾ 3D6 എന്നതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഞാൻ 3Dയിൽ 6 ഇലക്ട്രോണിനെ കൊടുക്കാൻ പോവാണ്. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം,
ഇയാൾ സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ നോക്കണം. NH3 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ലിഗാൻഡാണ്, അതുകൊണ്ട് പെയറിങ് നടക്കും. അൺപെയർഡ് ഇലക്ട്രോണുകളെയൊക്കെ പെയറാക്കി മാറ്റും. അപ്പോൾ 6 ഇലക്ട്രോണുകളെ പെയറാക്കിയിട്ടാണ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യേണ്ടത്. 1 2 3 4 5 6. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഹൺസ് റൂളിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ടാണല്ലോ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിൽ പെയറിങ് നടക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇനി ബാക്കി നിങ്ങൾക്കറിയാം, തൊട്ടപ്പുറത്തൊരു ഫോറസ് ഉണ്ട്, തൊട്ടപ്പുറത്തൊരു 4p ഉണ്ട്. ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ചോദിച്ചാൽ നമ്മളെങ്ങനെ കാണുക? ഫോറസും 4p ഒക്കെ എണ്ണി നോക്കുക. കോർഡിനേഷൻ നമ്പർ എത്രയാണോ അത്ര വരെ എണ്ണണം. കോർഡിനേഷൻ നമ്പർ ഇവിടെ എത്രയാണടാ? 6 അല്ലേ വന്നത്? കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ 6 വരെ എണ്ണണം. 1 2 3 4 5 6. ഈ വാക്കൻ്റ് ഓർബിറ്റലുകളിൽ 6 വരെ എണ്ണുക. എണ്ണിയ ആൾക്കാരെ വിളിച്ചു പറഞ്ഞാൽ ദാറ്റ് ഈസ് ഹൈബ്രിഡൈസേഷൻ. എണ്ണിയ ആൾ ഇത് 2D എണ്ണി, D2, പിന്നെ ഒരു S എണ്ണി, പിന്നെ 3Pയുമാണ് നമ്മൾ എണ്ണിയത്. അതുകൊണ്ട് D2sp3 is the hybridization. ഹൈബ്രിഡൈസേഷൻ D2sp3 ആണെങ്കിൽ ദി സ്ട്രക്ചർ ഈസ് ഒക്ടാഹീഡ്രൽ. നിങ്ങൾക്കറിയാം സ്ട്രക്ചർ എന്താണ് മോനെ? ഒക്ടാഹീഡ്രലാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കിയേ, വാട്ട് ആർ ദി 4 ടൈപ്സ് ഓഫ് സ്ട്രക്ചറൽ ഐസോമറിസം ഷോൺ ബൈ കോർഡിനേഷൻ കോമ്പൗണ്ട്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും പഠിച്ചു വെച്ചോളണം. ഏതൊക്കെയാണ് 4 ടൈപ്പ് ഐസോമറിസം? ആ പേരാണ് ചോദിച്ചേക്കുന്നത്, നിർബന്ധമായും പഠിച്ചോളണം. 1 അയോണൈസേഷൻ ഐസോമറിസം. ആരാടാ? അയോണൈസേഷൻ ഐസോമറിസം. 2 ലിങ്കേജ് ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം. 3 ഹൈഡ്രേറ്റ് ഐസോമറിസം ഓർ സോൾവേറ്റ് ഐസോമറിസം. 4മതായിട്ട് ആരുമുണ്ട്? കോർഡിനേഷൻ ഐസോമറിസം. ഓർക്കുന്നില്ലേടാ? കോർഡിനേഷൻ ഐസോമറിസം. ഈ 4 ഐസോമറുകളാണ് ആര് കാണിക്കുന്ന? കോർഡിനേഷൻ കോമ്പൗണ്ട് കാണിക്കുന്ന സ്ട്രക്ചറൽ ഐസോമറിസം. ഈ 4 എണ്ണമാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു സബ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഐഡൻറ്റിഫൈ ദി ഐസോമറിസം ഷോൺ ബൈ ദി ഫോളോയിങ് പെയേഴ്സ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. മോനെ, 1ാമത്തെ കോമ്പൗണ്ടിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് അവർ തമ്മിലുള്ള ഐസോമറിസം ഏതാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാൻ അതിൻ്റെ ആൻസർ പറയാൻ പോവാണ്. ഞാൻ ആ ആൻസർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് നിർബന്ധമായും അതിൻ്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടാവണേ. നിങ്ങൾ ഈ 2 കോമ്പൗണ്ട് നോക്കിയേ. ഈ ബ്രോമിനെ പുറത്തേക്കും സൾഫേറ്റിനെ അകത്തേക്കും എടുത്താൽ ആ കോമ്പൗണ്ട് കിട്ടൂലേ? അഥവാ ബ്രോമിനെയും സൾഫേറ്റ് SO4 തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താൽ എനിക്ക് ആ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ 2 അയോണുകളെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന ഐസോമറിസം ഏതാണ്? ടൈപ്പ് ഓഫ് ഐസോമറിസം? അയോണൈസേഷൻ ഐസോമറിസം. അയോണൈസേഷൻ ഐസോമറിസം. എന്താണ് അയോണൈസേഷൻ ഐസോമറിസം? സെയിം കെമിക്കൽ ഫോർമുല ആയിരിക്കും, പക്ഷേ വെള്ളത്തിൽ കലക്കിയാൽ അക്വസ് സൊല്യൂഷനിൽ ഇവർ ഡിഫറൻറ്റ് അയോണുകൾ തരും. ഇവിടെ കിട്ടുന്ന അയോൺ SO4 ആണ്, ഇവിടെ കിട്ടുന്ന അയോൺ Br- ആണ്. ഡിഫറൻറ്റ് അയോണുകളാണ്. കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ഉള്ളിലുള്ള അയോൺ ഡിസോസിയേറ്റ് ചെയ്യില്ല, അയോണൈസബിൾ അല്ല. അപ്പോൾ പുറത്തുള്ള അയോൺസ് മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. SO4 തരും, ബ്രോമിനും തരും. എന്നാൽ അവരുടെ കെമിക്കൽ ഫോർമുല സെയിം ആണ് താനും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പിനെയാണ് നമ്മൾ അയോണൈസേഷൻ ഐസോമറിസം എന്ന് പേര് വിളിക്കുക. അടുത്ത നോക്കിയേ, കണ്ടാൽ തന്നെ അറിയാം. കോർഡിനേഷൻ കോമ്പൗണ്ട് ഹാവിങ് കാറ്റിയോണിക് പാർട്ടും ആനോണിക് പാർട്ടും കോംപ്ലക്സ് ആയിട്ടുള്ളവർ. നോക്കിയേ, ഇതിൻ്റെ കാറ്റിയോണിക് പാർട്ടും കോംപ്ലക്സ് ആണ്, ആനോണിക് പാർട്ടും കോംപ്ലക്സ് ആണ്. അങ്ങനത്തെ കോമ്പൗണ്ടുകൾക്ക് കാണിക്കാൻ പറ്റുന്ന ഐസോമറിസം അല്ലേടാ കോർഡിനേഷൻ ഐസോമറിസം. നിങ്ങൾക്കറിയാം കാറ്റിയോണിക് പാർട്ടും ആനോണിക് പാർട്ടും ആരാണെങ്കിൽ കോംപ്ലക്സുകളാണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ക്യാൻ ഷോ കോർഡിനേഷൻ ഐസോമറിസം. എങ്ങനെയാണ് കോർഡിനേഷൻ ഐസോമറിസം കിട്ടുക? അതിൻ്റെ സെൻട്രൽ മെറ്റൽ ആറ്റങ്ങളെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. ഇവിടെയുള്ള ക്രോമിയത്തിനെ ഇപ്പുറത്തേക്ക് മാറ്റി പറയുക, അവിടെയുള്ള കൊബാൾട്ടിനെ ഇങ്ങോട്ട് മാറ്റി പറയുക, അപ്പോൾ എനിക്ക് ഈ കോമ്പൗണ്ട് കിട്ടും. അങ്ങനത്തെ ഐസോമേഴ്സിനെയാണ് നമ്മൾ കോർഡിനേഷൻ ഐസോമറിസം എന്ന് പേര് വിളിക്കുക. ക്ലിയർ അല്ലേടാ? ഡിഫറൻഷിയേറ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഫ്രം ഡബിൾ സോൾട്ട്. നിർബന്ധമാണ്. കോർഡിനേഷൻ കോമ്പൗണ്ടും ഡബിൾ സോൾട്ടും തമ്മിലുള്ള 2 ഡിഫറൻസ് പിടിച്ചോ. കോർഡിനേഷൻ കോമ്പൗണ്ടും ഡബിൾ സോൾട്ടും തമ്മിലുള്ള 2 ഡിഫറൻസ് പിടിച്ചോ. 1ാമത്തെ ഡിഫറൻസ് എന്താണെന്ന് അറിയോടാ? കോർഡിനേഷൻ കോമ്പൗണ്ടിന് പാർഷ്യൽ ഡിസോസിയേഷൻ മാത്രമേ നടക്കുള്ളൂ. ആരാമനെ? പാർഷ്യൽ ഡിസോസിയേഷൻ മാത്രമേ നടക്കുള്ളൂ, അല്ലെങ്കിൽ പാർഷ്യൽ അയോണൈസേഷൻ. അതാണ് നല്ല വാക്ക്. പാർഷ്യൽ അയോണൈസേഷൻ ആണ് നടക്കുക. ഡബിൾ സോൾട്ടിനാണെങ്കിൽ കംപ്ലീറ്റ് അയോണൈസേഷൻ നടക്കും. എന്താ കുഞ്ഞെ? കംപ്ലീറ്റ് അയോണൈസേഷൻ നടക്കും. കംപ്ലീറ്റ് അയോണൈസേഷൻ നടക്കും. എൻ്റെ കയ്യിലൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ട്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിനെ ഞാൻ വെള്ളത്തിൽ കലക്കിയാൽ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അവിടെ തന്നെ നിലനിൽക്കും. വെള്ളത്തിൽ കലക്കിയാലും കോർഡിനേഷൻ കോമ്പൗണ്ടിന് അയാളുടെ പ്രോപ്പർട്ടി നഷ്ടപ്പെടില്ല. പക്ഷെ ഡബിൾ സോൾട്ട് അങ്ങനെയല്ല.
വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഡബിൾ സോൾട്ടിന് നഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു ഡിഫറൻസ് കിട്ടിയില്ലേടാ. കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത ഇറ്റ് റീറ്റെയിൻസ് ഇറ്റ്സ് പ്രോപ്പർട്ടി ഇൻ അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കലക്കിയാൽ കോർഡിനേഷൻ കോമ്പൗണ്ട് അതിൻ്റെ പ്രോപ്പർട്ടി നിലനിർത്തുന്നു. ബട്ട് ഇൻ ഡബിൾ സോൾട്ട് ഇറ്റ് ലോസസ് ഇറ്റ്സ് പ്രോപ്പർട്ടി ഇൻ അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷനിൽ അതിൻ്റെ പ്രോപ്പർട്ടി അയാൾക്ക് നഷ്ടപ്പെടുന്നു. ഇതാണ് കോർഡിനേഷൻ കോമ്പൗണ്ടും ഡബിൾ സോൾട്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ഡിഫറൻസ്. അത് കഴിഞ്ഞു. വാട്ട് ആർ ചിലേറ്റിംഗ് ലിഗാൻഡ്? എന്താണ് ചിലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ബൈഡെൻഡേറ്റ് ഓർ പോളിഡെൻഡേറ്റ് ലിഗാൻഡുകളാണ് ചിലേറ്റ് ലിഗാൻഡ് എന്ന് പേര് വിളിക്കുക. എന്താണ് ബൈഡെൻഡേറ്റ് ഓർ പോളിഡെൻഡേറ്റ് ലിഗാൻഡ്? ആരാണ് ചിലേറ്റിംഗ് ലിഗാൻഡ്? സെൻട്രൽ മെറ്റൽ ആറ്റവുമായി ചിലേറ്റ് റിംഗ് ഫോം ചെയ്യാൻ കഴിവുള്ളവനാണ് ചിലേറ്റ് ലിഗാൻഡ്. അപ്പോൾ എന്താണ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എത്തിലീൻ ഡയമീനിൻ്റെ സ്ട്രക്ചർ NH2CH2CH2NH2 എന്നാണല്ലോ. ഇതിലുള്ള നൈട്രജനാണ് ഡോണർ ആറ്റം. എന്ന് പറഞ്ഞാൽ ഈ നൈട്രജനാണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ബോണ്ട് ഉണ്ടാക്കുന്നത്. നൈട്രജൻ ഇതാ ബോണ്ട് ഉണ്ടാക്കുന്നു. അങ്ങനെ ബോണ്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ സെൻട്രൽ മെറ്റൽ ആറ്റത്തെയും കൂട്ടിയിട്ട് നിങ്ങൾ നോക്കിക്കേ, അവിടെ ഒരു സൈക്കിൾ ഫോർമേഷൻ, ഒരു റിംഗ് ഫോർമേഷൻ നടന്നില്ലേ? ആ റിങ്ങിനെയാണ് നമ്മൾ ചിലേറ്റ് റിംഗ് എന്ന് പേര് വിളിക്കുക. ചിലേറ്റ് റിംഗ് ഉണ്ടാക്കാൻ കഴിവുള്ളവനെയാണ് ചിലേറ്റ് ലിഗാൻഡ് എന്ന് പേര് വിളിക്കുക. അത് ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ബൈഡെൻഡേറ്റ് ആൻഡ് പോളിഡെൻഡേറ്റ് ലിഗാൻഡ്. ഗീവ് 2 എക്സാമ്പിൾസ് ഫോർ ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. ഒന്നാമത്തെ എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞു, എത്തിലീൻ ഡയമീൻ. വേറൊരു എക്സാമ്പിളാണ് OX2- അഥവാ C2O4 2-. അതിനെ നമ്മൾ ഓക്സലേറ്റോ എന്ന് പേര് വിളിക്കും. വേറെയുമുണ്ട്, DMG- ഉണ്ട്, GLY- ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വെറുതെ ഒന്ന് ഓർത്തു വെക്കാം. റൈറ്റ് 2 പോസ്റ്റുലേറ്റ്സ് ഓഫ് വെർണേഴ്സ് കോർഡിനേഷൻ തിയറി. എന്താണെടാ വെർണേഴ്സ് തിയറി? വെർണേഴ്സ് തിയറി പ്രകാരം ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് 2 ടൈപ്പ് വാലൻസി ഉണ്ട്. 2 ടൈപ്സ് വാലൻസീസ് ഉണ്ട്. 2 ടൈപ്സ് വാലൻസി പഠിക്കണേ. 2 ടൈപ്പ് വാലൻസി ഉണ്ട്. ഒന്ന് പ്രൈമറി വാലൻസി, മറ്റൊന്ന് സെക്കൻഡറി വാലൻസി. അവർ തമ്മിലുള്ള 4 ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ആ 4 ഡിഫറൻസിൽ ഏതെങ്കിലും 2 എണ്ണം ചോദിച്ചേ, എത്ര എണ്ണം ചോദിച്ചാലും നീ 4 എഴുതിക്കോ. പ്രൈമറി വാലൻസി അയോണൈസബിൾ ആണ്. അപ്പോൾ സെക്കൻഡറി വാലൻസി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, നോൺ അയണൈസബിൾ ആണ്. ക്ലിയർ അല്ലേടാ? നോൺ അയണൈസബിൾ ആണ്. പ്രൈമറി വാലൻസി നോൺ ഡയറക്ഷണൽ ആണ്. പക്ഷെ സെക്കൻഡറി വാലൻസി ഡയറക്ഷണൽ ആണ്. ഓക്കെ. പ്രൈമറി വാലൻസി ഈക്വൽ ടു ഓക്സിഡേഷൻ നമ്പർ, സെക്കൻഡറി വാലൻസി ഈക്വൽ ടു കോർഡിനേഷൻ നമ്പർ. ഇപ്പൊ തന്നെ പഠിച്ചു പോയിക്കോ. പ്രൈമറി വാലൻസി ഈക്വൽ ടു ഓക്സിഡേഷൻ നമ്പർ, സെക്കൻഡറി വാലൻസി ഈക്വൽ ടു കോർഡിനേഷൻ നമ്പർ. പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ അയോൺസ്. അയോണുകളാണ് പ്രൈമറി വാലൻസി ഉണ്ടാക്കുക. സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ ലിഗാൻസ്. ലിഗാൻഡുകളാണ് സെക്കൻഡറി വാലൻസി ഉണ്ടാക്കുക. That's all about Werner's theory. According to Werner's theory, there are 2 types of valencies for a coordination compound. Differentiate between primary and secondary valency. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ Werner's theory എന്തെന്നും ചോദിക്കാം. ഇത് അങ്ങോട്ട് എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. Define spectrochemical series. ആരാണടാ spectrochemical series? Very important. It is arrangement of ligands. പഠിച്ചോ? Arrangement of ligands in the increasing order. പഠിക്കണേ. increasing order of ligand field strength. ആ വാക്ക് മറക്കരുത്. ligand field strength, ഈ വാക്ക് മറക്കരുത്. ഈ വാക്കാണ് ഇതിലെ എല്ലാം. arrangement of ligands in the increasing order of ligand field strength. ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്. എന്നിട്ട് സൗന്ദര്യത്തിന് വേണമെങ്കിൽ കുറച്ച് ആൾക്കാരങ്ങനെ തുടക്കത്തിലുള്ള കുറച്ച് ആൾക്കാരങ്ങനെ ഓർത്ത് വെക്കാം. I-, Br-, SCN-. എന്നിട്ട് ഇങ്ങനെ കുത്തുടുക. അവസാനത്തിലുള്ള 2-3 ആൾക്കാരെ എഴുതി വെക്കുക. NH3, അതുപോലെ CN-, അവസാനം കാർബൺ മോണോക്സൈഡ്. ഈ 3 ആൾക്കാരെ അറ്റത്തും 3 ആൾക്കാരെ ഈ അറ്റത്തും എഴുതിയാൽ പെർഫെക്റ്റായി. 16 ആൾക്കാരുടെ സീരീസൊക്കെ NCERT പറയുന്നുണ്ട്. അറ്റത്തുള്ള ഒരു 3, 6 എണ്ണത്തിന് നിങ്ങൾ എഴുതിയാൽ ഫുൾ മാർക്കും കിട്ടും. ക്ലിയർ അല്ലേടാ? ദി ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് കൊബാൾട്ട് NH3 6 times is diamagnetic while cobalt F6 3- is paramagnetic. എടാ ആരാടാ പാരാമാഗ്നറ്റിക്? പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളവനാണ്. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളവനല്ലേ പാരാമാഗ്നറ്റിക്? അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ലാത്തവൻ്റെ പേരാണ് ഡയാമാഗ്നറ്റിക്.
അപ്പോൾ പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും എന്താണെന്ന് മനസ്സിലായ ആൾക്ക് ഇതെന്തുകൊണ്ട് പാരാമാഗ്നറ്റിക് ആയി എന്തുകൊണ്ട് ഡയാമാഗ്നറ്റിക് ആയി എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇയാൾ വീക്ക് ലിഗാൻഡാണ്. അപ്പോൾ വീക്ക് ലിഗാൻഡ് ആകുമ്പോൾ 3Dയിലെ 6 ഇലക്ട്രോണുകൾ 3Dയിൽ എങ്ങനെയാണ് 6 ഇലക്ട്രോൺ വന്നതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. കൊബാൾട്ട് 3+ ആണ്. അപ്പോൾ കൊബാൾട്ട് 3+ ആകുമ്പോൾ 3Dയിൽ 6 ഇലക്ട്രോൺ ആണെന്ന് നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യനിൽ ചെയ്തു. ആ 6 ഇലക്ട്രോണുകളെ 1 2 3 4 5 6 ഇങ്ങനെ അൺപെയർ ആയിട്ടാണ് എഴുതേണ്ടത്. ബാക്കി വന്നവനെ മാത്രം ഇവിടെ പെയർ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ കൊബാൾട്ട് NH3 6 ടൈംസ് ആകുമ്പോൾ അയാൾ സ്ട്രോങ് ലിഗാൻഡാണ്. സ്ട്രോങ് ലിഗാൻഡ് ആകുമ്പോൾ 3Dയിലെ 6 ഇലക്ട്രോണുകളെ നമ്മൾ പെയർ ചെയ്താണ് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? 1 2 3 4 5 6 പെയർ ചെയ്താണ് എഴുതേണ്ടത്. അപ്പോൾ പെയറിങ് ചെയ്തിട്ട് എഴുതുമ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺ അവിടെ ഇല്ലല്ലോ. അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് അവൻ ഡയാമാഗ്നറ്റിക് ആണ്. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ഇവൻ പാരാമാഗ്നറ്റിക് ആണ്. അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. 3 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. എടാ, ഡെൽറ്റ ഒയും ഡെൽറ്റ ടിയും തമ്മിലുള്ള റിലേഷൻ മരിച്ചാലും മറക്കരുതേ. ഡെൽറ്റ ഒയും ഡെൽറ്റ ടിയും തമ്മിലുള്ള റിലേഷൻ ഡെൽറ്റ ടി ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒ. ഈ നിൽക്കുന്ന നൃത്തത്തിൽ ഒരു 4 തവണ അതങ്ങോട്ട് പറ. ഡെൽറ്റ ടി ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒ. ഡെൽറ്റ ടി ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒ. ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, NO2 and NO2 minus and ONO minus constitute ambidentate ligand. Give another set of ambidentate ligand. Ambidentate ligand ആരാ നമുക്കറിയാം. 2 ഡോണർ ആറ്റം ഉണ്ടെങ്കിലും അറ്റ് എ ടൈം ഒരാൾ മാത്രം ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നതാണെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്. 3 സെറ്റുണ്ട്. CN മൈനസ് NC മൈനസ്. മറ്റൊരു സെറ്റാണ് ഈ ക്വസ്റ്റ്യനിൽ തന്ന NO2 മൈനസ് ആൻഡ് ONO മൈനസ്. വേറൊരു സെറ്റും കൂടി ഉണ്ട്, പഠിച്ചു വെച്ചോ. ഏതാ ക്വസ്റ്റ്യൻ വരിക എന്നറിയില്ല. SCN മൈനസ് ആൻഡ് NCS മൈനസ്. ഏത് വേണമെങ്കിലും എഴുതാം, പിടിച്ചോളൂ. ഇനി പറ, EDTA4- ഈസ് എ ചിലേറ്റിംഗ് ലിഗാൻഡ്. ഗീവ് 2 അതർ എക്സാമ്പിൾ. ഞാൻ പറഞ്ഞു ചിലേറ്റ് ലിഗാൻഡ് ഉണ്ടാക്കാൻ ബൈഡെൻഡേറ്റ് ലിഗാൻഡുകൾക്ക് പറ്റും. ബൈഡെൻഡേറ്റ് ലിഗാൻഡുകളിൽ 4 എണ്ണം ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒന്ന് എത്തിലീൻ ഡയമീൻ, ഓക്സി 2- DMG മൈനസ് ഗ്ലൈ മൈനസ്. ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം ചിലേറ്റ് ലിഗാൻഡ് ഉണ്ടാക്കാൻ പറ്റും. ഗീവ് ദി ഡെൻസിറ്റി ഓഫ് NO2 മൈനസ് ആൻഡ് NH2. എന്താണ് ഡെൻസിറ്റി? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലിഗാൻഡിന് സെൻട്രൽ മെറ്റലാറ്റവുമായി എത്ര കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന കണക്കാണ് ഡെൻസിറ്റി. ഈ NO2 മൈനസ് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡാണ്. 2 ഡോണർ ആറ്റം ഉണ്ട്, എന്നാലും അറ്റ് എ ടൈം ഒരാൾ മാത്രമല്ലേടാ കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നുള്ളൂ, ഒരാൾ മാത്രമേ കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവൻ്റെ ഡെൻസിറ്റി 1 ആണ്. NH2 പിന്നെ ഓൾറെഡി നമുക്കറിയാം മോണോഡെൻറ്റേറ്റ് ലിഗാൻഡാണ്. അതുകൊണ്ട് അതിൻ്റെ ഡെൻസിറ്റിയും 1 ആണ്. ഇതുപോലെ ഓണപരീക്ഷയ്ക്ക് ശേഷം നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് പുതിയതായി വന്ന ചാപ്റ്ററുകളുടെ എല്ലാം ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തും. അതുകൊണ്ട് എല്ലാം മറക്കാതെ കാണുക. നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ തന്നത്. അതുപോലെ വൈകിട്ടുള്ള ലൈവുകളിലെല്ലാം സജീവമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. താങ്ക്